മുഖ്യമന്ത്രി അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ യാത്രയുടെ നീളം ചുരുക്കി നേരത്തെ എത്തുകയായിരുന്നു അല്ലേ? തന്നെയാണ് മോത്തി. കഴിഞ്ഞ ആഴ്ചയിലെ മുഖ്യമന്ത്രിയും കുടുംബ വിദേശ സന്ദർശനത്തിന് പോയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഈ മാസം 22-ാം തീയതിയോട് കൂടിയാണ് മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തുമെന്നാണ് മുൻപ് അറിയിച്ചിരുന്നത്. പക്ഷേ ഈ യാത്രകളൊക്കെ തന്നെ വെട്ടിക്കുറച്ചുകൊണ്ട് ഇന്ന് പുലർച്ചെ 3:15 കൂടിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും വന്നെത്തിയത്. നമുക്കറിയാം, അതായത് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് മുഖ്യമന്ത്രി കുടുംബ വിദേശ സന്ദർശനത്തിന് പോയത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ക്രമസമാധാനം നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അതായത് വലിയ രീതിയിലുള്ള ഗുണ്ടാക്രമണങ്ങൾ, ലഹരി മാഫിയ ആക്രമണങ്ങൾ, അതുപോലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോയി. ഈ ഒരു സമയത്ത്, അതായത് നാട്ടിലൊരു മുഖ്യമന്ത്രിയുടെ ആവശ്യം ഏറ്റവും അധികം ഉള്ള സമയത്ത് മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള അവർ വലിയ രീതിയിലുള്ള സമരവുമായി ഒക്കെ തന്നെ രംഗത്തെത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ഈ ഒരു കാര്യത്തിൽ ഉന്നയിച്ചിരുന്നത്. ഏതായാലും ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും ഒടുവിൽ വലിയ പ്രശ്നങ്ങൾ രൂക്ഷമാവാതെ മുഖ്യമന്ത്രി തിരിച്ച് നാട്ടിലെത്തിയല്ലോ. അങ്ങനെ നാട്ടിലെത്താനുള്ള ഒരു മനസ്സ് കാണിച്ചല്ലോ എന്ന് ആലോചിക്കാം. ആഭ്യന്തര കാര്യങ്ങളുടെ ചുമതലയുള്ള ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയാണല്ലോ മുഖ്യമന്ത്രി.